ശ്രീമതി കെ രേഖ എഴുതിയ നെഞ്ച് എന്ന കഥ കേൾക്കാം. വൈകുന്നേരം 6 മണിയുടെ പാസഞ്ചർ ട്രെയിനിലാണ് അവൾ എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് പതിവായി യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം 3-3.5 മണിക്കൂർ ട്രെയിനിൽ കത്തിത്തീരേണ്ടി വരുമെന്നതായിരുന്നു സ്ഥലം മാറ്റം കിട്ടിയപ്പോഴത്തെ ആദ്യത്തെ വേവലാതി. പക്ഷെ സ്ഥലം മാറ്റം ജോലിക്കയറ്റത്തിനൊപ്പം ഒഴിവാക്കാനാവാത്തത് കൂടിയായിരുന്നു. കുടുംബം കൂടി നോക്കേണ്ട ഒരു ഉദ്യോഗസ്ഥയുടെ എല്ലാ പ്രയാസങ്ങളോടും കൂടി കോട്ടയത്ത് കഴിഞ്ഞു വരികയായിരുന്നു. 3-4 പേർക്ക് ഭക്ഷണം ഒരുക്കി, മകളെ ഡേ കെയർ സെന്ററിലാക്കി, മകനെ സ്കൂളിൽ വിട്ട് ഓഫീസിലെത്തുമ്പോൾ എന്നും വൈകുമായിരുന്നു. 5 മണിക്ക് ഓഫീസ് വിട്ടാൽ മകനെയും മകളെയും കൂട്ടി വീട്ടിലെത്തി ഭക്ഷണം കഴിപ്പിച്ച് മകനെ നീന്തൽ ക്ലാസ്സിൽ കൊണ്ടുവിട്ട് മകളുടെ വാശികളുമായി മല്ലിട്ട് 7 മണിവരെ നീന്തൽ കുളത്തിനരികെ മകനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പിന്നെ മടക്കത്തിൽ പാതി വെന്ത ചപ്പാത്തി വാങ്ങിക്കൊണ്ടുവന്ന് അത് ചുട്ടെടുത്ത് അതിനൊരു കറിയുണ്ടാക്കി കഴിയുമ്പോഴേക്കും ഭർത്താവ്. ഇതിനിടയിൽ അലക്കാനുള്ള തുണികൾ, നനച്ചുണക്കിയ മടക്കാനുള്ള തുണികൾ, അകപ്പാടെ കലങ്ങിക്കിടക്കുന്ന വീട്. അതൊക്കെ നേരെയാക്കണം. പിന്നെ ഭക്ഷണം കഴിച്ചു കിടക്കും. കുഞ്ഞിന് നെഞ്ചു തുറന്ന് കൊടുക്കുന്നതേ ഓർമ്മ. അത്രേ കാണൂ. അവൾ പാല് കുടിച്ചുറങ്ങുന്നൊന്നും അറിയാറില്ല. ഇടയ്ക്കെപ്പോഴോ ഒരു കരച്ചിൽ കേൾക്കാം. അത് ഗൗനിക്കാതെ വരുമ്പോൾ അവൾ പിന്നെയും ഉറങ്ങാൻ തുടങ്ങും. ദിവസങ്ങൾ ഇങ്ങനെ ഒരേ മട്ടിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സ്ഥലം മാറ്റം. ഇവിടെ മുറ്റത്ത് താമസിച്ചിട്ട് സമയത്ത് ജോലിക്ക് എത്താനാകാത്ത ഇന്ദു എങ്ങനെയാണ് എറണാകുളത്ത് ജോലിക്ക് പോകുന്നതെന്ന് ചിലർ ചോദ്യചിഹ്നമായി വളഞ്ഞു. കുത്തും കോമയും നിറഞ്ഞ ചിരികൾ കൊണ്ട് യാത്രയപ്പ് നൽകി. സത്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. ചിലർ പറയും ട്രെയിനിലിരുന്ന് പച്ചക്കറികൾ അരിയും, അടുത്ത ദിവസത്തെ കറികൾ പ്ലാൻ ചെയ്യും. സൗദാമിനി മാഡം അങ്ങനെയാണ് ട്രെയിൻ യാത്ര പ്രയോജനപ്രദമാക്കുന്നത്. അതിന് ഞാൻ സൗദാമിനി മാഡം അല്ലല്ലോ എന്ന് അവൾ ആത്മഗതം ചെയ്തു. സൗദാമിനി മാഡത്തെ പോലെ ആദർശവതികളായ കുടുംബിനികൾക്ക് അത് സാധിക്കുമായിരിക്കും. ഇന്ദു നല്ലൊരു കുടുംബിനിയൊന്നുമല്ല. അവൾക്കതിൽ ഒട്ടുമേ നിരാശയുമില്ല. ചില കിളികളില്ലേ, അടയിരിക്കണമെന്ന് തോന്നുമ്പോൾ കൂടുണ്ടാക്കാൻ പരക്കം പായുന്നവ, ആ ജനസിൽപ്പെട്ടതായിരുന്നു അവൾ. കല്യാണപ്രായമായെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴൊന്നും കല്യാണം കഴിച്ചില്ല. ഒരു ജോലിയൊക്കെയായി ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നിയപ്പോഴാണ് കുടുംബമായത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്കും ബാങ്ക് ഉദ്യോഗസ്ഥനും പരസ്പരം ഒന്നും പറയാനില്ലെന്ന് വന്നപ്പോഴാണ് കുട്ടിയുണ്ടായത്. മകനൊരു കൂട്ടു വേണമെന്ന് അവൻ വാശി പിടിച്ചപ്പോഴാണ് മകളുണ്ടായത്. സത്യത്തിൽ 10-20 വയസ്സിന് ശേഷം അവളുടെ ജീവിതത്തിൽ ത്രസിപ്പിക്കുന്ന യാതൊന്നും ഉണ്ടായിട്ടില്ല. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ മാലപ്പടക്കത്തിനും ഗുണ്ടിനും തീ കൊടുത്തതോ, ആനപ്പാറയിലെ ചെങ്കുത്തായ വഴികളിലൂടെ കൂട്ടുകാർക്കൊപ്പം സൈക്കിളിൽ കറങ്ങാൻ പോയതോ, തിയേറ്ററിൽ നാടകവും സിനിമയും ഒക്കെ കണ്ട് ആർപ്പ് വിളിച്ചതോ, ഹോസ്റ്റലിന്റെ മതിൽ ചാടി കടൽ കാണാനും സർക്കസ് കാണാനും പോയതോ, 2-3 പ്രണയ പരിശ്രമങ്ങളിൽ ഉടക്കിയതോ ആയ രസമുള്ള കുറച്ച് അനുഭവങ്ങൾ മാത്രം ശേഷിക്കുന്ന തീരെ ലളിതമായ ഒരു ജീവചരിത്രമായിരുന്നു അവൾ. എറണാകുളം യാത്ര തുടങ്ങിയതോടെ ആ ജീവചരിത്രത്തിൽ ട്രെയിനിൻ്റെത് മാത്രമായ ചില മണങ്ങളും കടന്നുകൂടി. കോട്ടയത്തെക്കുറിച്ച് മനുഷ്യരിൽ നിന്നും കൊച്ചിയിലെ ഒരു മനുഷ്യരിലേക്ക് കാഴ്ച നീണ്ടു. കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു സഹായിയെ കിട്ടി. ഒരു പരിചയമില്ലാത്തവരുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ എറിഞ്ഞുകൊടുത്ത് കൊച്ചിക്ക് പോകാൻ തുടങ്ങിയ ആദ്യ നാളുകളിൽ ഉള്ളരിഞ്ഞു. പുതിയ ജോലി സ്ഥലത്ത് നല്ല ഉത്തരവാദിത്വമുള്ള ജോലിയായിരുന്നു. 5:30 കഴിഞ്ഞിട്ടേ പലപ്പോഴും ഇറങ്ങാനാവൂ. പിന്നെ ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടമാണ്. അതിസാധാരണമായ ആ ജീവിതം അങ്ങനെ കുറെ കൂടി സങ്കീർണമായി മാറുകയായിരുന്നു. ഒരു വേനൽ ദിവസം വിയർത്തൊലിച്ച് ഒട്ടിയ ശരീരവുമായി ട്രെയിനിൽ കയറി. അന്ന് സാമാന്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. വിസ്തരിച്ചിരുന്നിരുന്ന ആരെയോ ഞെരുക്കിയിരുത്തി ഇടം പിടിച്ചിരുന്നതേ ഓർമ്മയുള്ളൂ. അത്ര ക്ഷീണം. ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ വണ്ടി ഏറ്റുമാനൂർ വിട്ടിരുന്നു. അവൾ ഉറങ്ങിയിരുന്നത് ഒരാളുടെ വിശാലമായ നെഞ്ചിൽ കിടന്നായിരുന്നു. അവൾ അല്പം ലജ്ജയോടെ അയാളോട് ക്ഷമാപണം നടത്തി. അയാൾ അത് ഉൾക്കൊണ്ടതുപോലെ ചിരിച്ചെന്നും തോന്നി. വാ തുറന്നായിരിക്കുമോ ഉറങ്ങിയത്? ഉറങ്ങിയപ്പോൾ വായിൽ നിന്ന് ഉമ്മനീർ ഒലിച്ചിട്ടുണ്ടാകുമോ? വിയർത്ത ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടായി കാണുമോ എന്നൊക്കെ ഓർത്ത് അവൾ അസ്വസ്ഥപ്പെട്ടു. ഇനി ഇതുപോലെ പരിസരം മറന്നു ഉറങ്ങാതിരിക്കണം എന്നൊക്കെ സ്വയം താക്കീത് നൽകിയെങ്കിലും അന്ന് രാത്രി അവൾ ട്രെയിനിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് പെറുക്കിയെടുത്തപ്പോൾ സ്വയം മറന്ന് ചിരിച്ചുപോയി. എന്താണ് ചിരിക്കുന്നതെന്ന് ഭർത്താവ് ചോദിച്ചപ്പോൾ അവൾ ട്രെയിനിലെ ഉറക്കക്കഥ പറഞ്ഞു. ഭർത്താവും കൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ദു, നീ പണ്ട് ഒരാളുടെ കൈ പിടിച്ച് റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ജയേട്ടൻ പരാതിയുമായി വന്നു. ഞാൻ കമിഴ്ന്ന് കിടന്ന് ചിരിച്ചു. നിനക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള പേടിയും അപ്പോൾ ആരെയാണോ വഴിയിൽ കാണുന്ന അവരുടെ കൈ പിടിക്കുമെന്നതും ജയേട്ടനോട് പറഞ്ഞപ്പോൾ ജയേട്ടൻ വാ വിളിച്ചു. തുടർന്നുള്ള 1-2 ദിവസം അതേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഇന്ദു ഓടിക്കറിച്ചു വന്ന് കയറിയത്. അയാളുടെ അടുത്ത് തന്നെയാണ് എത്തിപ്പെട്ടത്. അതേ നെഞ്ചിൽ കിടന്നാണ് ഏറ്റുമാനൂരെത്തും വരെ ഉറങ്ങിയത് എന്ന് വരുമ്പോൾ അത് ബോധപൂർവമാണെന്ന് തോന്നാം. അതിൽ എള്ളോളം സത്യവുമില്ല. അതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതായിരുന്നു. പിന്നെ അവൾക്ക് അതൊരു ശീലമായി എന്നതാണ് തുടർന്ന് അബോധമായിട്ടല്ലാതെ സംഭവിച്ച കാര്യം.
വെളുത്ത കുപ്പായക്കാരനാരെന്നോ എന്തെന്നോ അവൾ ചോദിച്ചില്ല. ആ നെഞ്ചിൽ ഉറങ്ങാനുള്ള അധികാരം മാത്രം അവൾ ചോദിക്കാതെ കൈപ്പറ്റി. പ്രഭാതത്തിൽ കുളിച്ചു പുറത്തേക്ക് പോകുന്ന ഒരു ഈറൻ കാറ്റിനെ പോലെയായിരുന്നു അയാൾ. അയാളുടെ പശുമയുള്ള ഷർട്ടിൻ്റെ മണം എപ്പോഴും അവൾക്ക് പിടിച്ചെടുക്കാനാകും. അത് മതി, അതാണ് അയാളുടെ വിലാസം. ആദ്യ നാളുകളിലൊക്കെ ആ നെഞ്ചുകാരൻ്റെ പേരും മറ്റും ചോദിച്ചറിയാനൊരു വെമ്പലുണ്ടായിരുന്നു. പിന്നെ പരസ്പരം എല്ലാം അറിയുന്ന മനുഷ്യർ അതൊന്നും ചോദിക്കേണ്ടതില്ല എന്ന് തോന്നലായി. അയാൾ ഒന്ന് ഉലഞ്ഞു കണ്ടിട്ടില്ല. എപ്പോഴും ജാഗ്രതയോടെ, കുളിർമയോടെ, വിശാലമായ നെഞ്ചോടെ ഇരുന്നു. യാത്രക്കിടെ പഴയ ഏതെങ്കിലും ഒരു കഥ ഓർമ്മയിലേക്ക് വീശും. നെഞ്ചിൻ്റെ ചൂടും കഥകളുടെ തണുപ്പും തീർക്കുന്ന ആ തൊട്ടിലിൽ അവൾ സ്വയം മറന്നാടും, ഉലയും. മാജിക്കൽ മൊമെൻറ്റ്സ് എന്നവർ ഉറക്കത്തിലും പെറുപെറുക്കും. 50കളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സാമാന്യം വലിയ ശരീരമുള്ള ഒരു പുരുഷനും മെലിഞ്ഞു വിളറിയ ഒരു 35കാരിക്കും ഇടയിലുണ്ടായ അടുപ്പത്തെക്കുറിച്ച് രണ്ടുപേർക്കും ഭയമോ ശങ്കകളോ ഇല്ലായിരുന്നു. അല്പം പോലും കുറ്റബോധമില്ലാതെ ആ യാത്രയെയും ഉറക്കത്തെയും അവൾ സ്നേഹിച്ചു. കൂടുതൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ, സുഗന്ധം പൂശാൻ, ഒരുങ്ങാൻ, സ്വയം സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ആ ഉറക്കവും ട്രെയിൻ യാത്രയും വെളുത്ത കുപ്പായക്കാരനും കാരണമാകുന്നു. അതവളെ കൂടുതൽ ചെറുപ്പമാക്കി, ഊർജ്ജസ്വലയാക്കി, കാര്യക്ഷമതയുള്ള ആളാക്കി. വൈകുന്നേരത്തെ പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഒരു പകൽ മുഴുവനും 2 മനുഷ്യർ ഈ ഭൂമിയിൽ നെട്ടോട്ടം ഓടുന്നതെന്നൊരു തോന്നൽ പോലും അവൾക്കുണ്ടായി. ചില ദിവസങ്ങൾ ഉറക്കം വന്നില്ലെങ്കിലും അവൾ ആ നെഞ്ചിൽ കണ്ണടച്ച് കിടന്നു. അന്നൊക്കെ അത് തിരിച്ചറിഞ്ഞെന്ന പോലെ കണ്ണു തുറക്കുമ്പോൾ അയാളൊരു കുസൃതി ചിരി ചിരിച്ചു. അവളും ചിരിച്ചു. ഇങ്ങനെ ഗൂഢമായി ഈ പ്രായത്തിലും ചിരിക്കാനാകുന്നതിൽ അവൾ അഭിമാനം കൊണ്ടു. ഒരിക്കൽ പോലും അവർ പരസ്പരം സംസാരിച്ചില്ല. കോട്ടയത്തെത്തിയാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ പിറകിലേക്കും അതുവഴി നാഗമ്പടം പാലം കയറി മുകളിലെ ഇരുട്ടിലേക്കും നടക്കും. അവൾ സ്റ്റേഷൻ്റെ മുൻവശം ലാക്കാക്കി മുന്നോട്ട് നീങ്ങി മേൽപ്പാലം കയറി പാർക്കിംഗ് ഏരിയയിൽ വന്ന് സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്കും വെളിച്ചത്തിലേക്കും സഞ്ചരിക്കും. പിറ്റേന്ന് അവർ വീണ്ടും ഇരുളു വീണ വണ്ടിയിൽ സന്ധിക്കും. ഒരിക്കൽ അവൾ ധൃതിപ്പെട്ട് വണ്ടിയിൽ വന്ന് കയറി. ചുറ്റിന് നോക്കുമ്പോൾ വക്കീൽ സാറിന് വണ്ടി കിട്ടിയില്ല എന്ന് തോന്നുന്നു എന്ന് ഏതോ ഒരു യാത്രക്കാരൻ പറഞ്ഞു. വെള്ള കതർമുണ്ടും ഷർട്ടുമിട്ടയാൾ വക്കീലാകുമോ? അപൂർവമായ അയാൾ വന്നില്ലെങ്കിൽ ട്രെയിനിലെ സ്ഥിരം യാത്രക്കാർ അവളോട് ചോദിക്കും, ഇന്ന് പുള്ളിക്കാരൻ വന്നില്ലേ, എന്തുപറ്റി? ഉത്തരത്തിനായി മനസ്സ് പരക്കം പായും. മുക്കി മൂളി എന്തെങ്കിലും ഒപ്പിച്ചു പറയും. അവൾ അവധി എടുക്കുന്ന ദിവസങ്ങൾ അയാളോടും അവർ ചോദിക്കുന്നുണ്ടാകണം. ഒരിക്കൽ 3-4 ദിവസത്തെ അവധിക്ക് ശേഷം അവൾ വന്നപ്പോൾ ഒരു പതിവ് യാത്രക്കാരൻ ചോദിച്ചു, അവധിയിലായിരുന്നല്ലേ? പുള്ളിക്കാരൻ പറഞ്ഞു പനിയാണെന്ന്. വാസ്തവത്തിൽ പനിച്ചു വിറച്ച് കിടക്കുകയായിരുന്നു. അത് അയാൾ എങ്ങനെയാകും മനസ്സിലാക്കിയിട്ടുണ്ടാകുക എന്ന് അത്ഭുതം തോന്നി. പിന്നീടാണ് അവൾ വിചിത്രമായ ഒരു ശീലത്തിന് തുടക്കമിട്ടത്. ദൈനംദിന ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് ഈ നെഞ്ചിലെ കണ്ണടച്ച് കിടപ്പിനിടയിൽ അവൾ ഉത്തരം തേടും. അയാളുടെ ഹൃദയമിടിപ്പുകൾ ഉത്തരം പറയും. വീട്ടിലെ സഹായി ഉപദ്രവകാരിയായി മാറിയപ്പോൾ അവൾ അങ്കലാപ്പിലായി. അവരെ പറഞ്ഞുവിടാനും മകളെ നാട്ടിൽ അമ്മയുടെ അടുത്ത് കൊണ്ടുവിടാനും നെഞ്ചിൽ നിന്ന് അവൾക്ക് ഉത്തരം കിട്ടി. മകൾ നാട്ടിലെ സ്കൂൾ സന്തോഷത്തോട് പഠിച്ചു, ചിട്ടയോടെ വളർന്നു. മകനെ സ്പോർട്സ് ഹോസ്റ്റലുള്ള ഒരു സ്കൂൾ വിടാനും അവൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകാനും നെഞ്ചു പറഞ്ഞു. വലിയ പാചകക്കാരിയാകാതെ വിശപ്പടക്കാൻ മാത്രമുള്ള മിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനും പഴങ്ങളും മറ്റും കുടുംബത്തെ ശീലിപ്പിക്കുവാനും ഓർമ്മിപ്പിച്ചു. വാസ്തവത്തിൽ അവളുടെ ജീവിതം ഭാരം കുറഞ്ഞതായി. അവൾ കുടുംബത്തെ കൂടുതൽ സ്നേഹിച്ചു. സഹപ്രവർത്തകരിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു. തന്ത്രപൂർവ്വം നിൽക്കാൻ പഠിച്ചു. 18-ാം വയസ്സിൽ അവൾ നടത്തിയ ആത്മഹത്യാശ്രമം പോലും ആ നെഞ്ചിനറിയാം. ഒരിക്കൽ പോലും സ്വന്തം സിദ്ധി ഓർത്ത് നെഞ്ച് അഹങ്കരിച്ചില്ല. ഒന്ന് തിരിഞ്ഞു നോക്കാതെ നാഗമ്പടം പാലത്തിലേക്ക് നടക്കുന്ന അതേ ലാഘവത്തോടെ നെഞ്ച് കഴിഞ്ഞുപോയ നിമിഷങ്ങളെ പൂർണ്ണമായും വിസ്മരിച്ചു. നന്ദി പ്രതീക്ഷിച്ചില്ല. പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളെ ഓർമ്മിപ്പിച്ചുമില്ല. പാപചിന്തകളോ കുറ്റബോധമോ വിചാരമോ വിചാരണകളോ ഉണ്ടായില്ല. പുതുമയോടെ ഓരോ നിമിഷത്തെയും നെഞ്ച് സ്വീകരിച്ചു. ഇടയ്ക്കെപ്പോഴും ഒരു സ്ത്രീ അവളെയും നെഞ്ചുടമയെയും മാറി മാറി നോക്കി. അടുത്ത് നിന്ന് അയാളോട് കുശുകുശുക്കുന്നത് കാണാമായിരുന്നു. അവളത് പാതി തുറന്ന കണ്ണുകൊണ്ട് കാണുമെങ്കിലും ഊക്കോട് നെഞ്ചിലമർന്നതിനെ കിടന്നു. പിന്നെ പല അവസരങ്ങളിലും ആ സ്ത്രീ മുറുമുറുത്തു, കുത്തുവാക്കുകൾ പറഞ്ഞു. ഇരുവർക്കുമിടയിൽ ഇരിക്കാൻ നോക്കി. അതൊന്നും രണ്ടുപേരെയും ബാധിച്ചില്ല. മാന്ത്രികമായ ഒരു പ്രവൃത്തി പോലെ അവർ ചേരുംപടി ചേർന്നു. ബലമായി ഉറച്ചിരുന്നു.
ആ സ്ത്രീ ജോലിയിൽ നിന്നും ട്രെയിനിൽ നിന്നും വിരമിച്ച ദിവസം രണ്ടുപേർക്കും ഓരോ സമ്മാനം നൽകി. ആണും പെണ്ണും പരസ്പരം ചേർന്നിരുന്ന് വാദ്യോപകരണങ്ങൾ വായിക്കുന്ന രാജസ്ഥാനി പ്രതിമകളായിരുന്നു സമ്മാനം. അത് നോക്കി അയാൾ ചിരിച്ചു. അവൾ ചിരി ഒതുക്കി. കോട്ടയത്തേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാൽ കിട്ടിയേക്കുമെന്ന് തോന്നലുണ്ടായപ്പോഴും അവൾ അതിന് ശ്രമിച്ചില്ല. ജോലി ചെയ്യാൻ കൊച്ചിയാണ് നല്ലതെന്ന് പലരോടും അവൾ ന്യായം പറഞ്ഞു. ആണ്ടിൽ 6-7 ദിവസം ആ നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിൽ പതിവുള്ളതാണ്. അത് വരുന്നതിന് തൊട്ടു മുൻപേ ചില നെടുവീർപ്പുകൾ മുന്നറിയിപ്പ് തരും. അവ ഇപ്പോൾ ആ നെഞ്ചിനെ ഒട്ടുമേ വേദനിപ്പിക്കാതെ തൂവൽ കണക്കെ ഒന്ന് ചാഞ്ഞെന്ന് വരുത്തും. പിറവം റോഡ് കഴിയുമ്പോഴേ ഉറക്കം അവസാനിപ്പിച്ച് നിവരും. കുറവിലങ്ങാടോ നാഗമ്പടത്തോ സംക്രാന്തിയിലോ ചുട്ടുവേലിയിലോ ഉള്ള ഈ അച്ചായനും ഞാനും തമ്മിൽ എന്താ ദൈവമേ എന്നവൾ നിലാവുള്ള രാത്രിയിൽ ആകാശത്തോട് ചോദിക്കും. സ്ത്രീയെ നീ തണലാകാൻ പറഞ്ഞപ്പോൾ അവൻ പൂമരമായി, ശ്വാസമാകാൻ പറഞ്ഞപ്പോൾ കാറ്റായി, ദാഹത്തിൽ ജലാശയമായി, ഒപ്പം നടക്കാൻ നിഴലായി. ഇനിയും നിനക്ക് സംശയമോ എന്ന് സ്വർഗം മറുപടി പറഞ്ഞു. എന്നെങ്കിലും ഇതെല്ലാം അവസാനിക്കുമ്പോൾ അത് താങ്ങാൻ നീ എനിക്ക് കരുത്താകുമോ ഉടേ തമ്പുരാനെ എന്നവൾ വീണ്ടും ആകാശത്തോട് ചോദിച്ചു. പ്രപഞ്ചത്തിൽ അന്തിമ ദിനമില്ലാത്ത വസ്തുവില്ല സ്ത്രീയെ എന്ന സ്വർഗം മറുപടി പറഞ്ഞു. ഡിസംബറിലെ ഇളം തണുപ്പിൽ കോട്ടയം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. സ്റ്റേഷനിൽ തീർത്ഥാടകരുടെ ഭസ്മഗന്ധം നിറയും. അങ്ങനെ ഒരു ക്രിസ്മസ് കാലമെത്തി. നാഗമ്പടം പാലത്തിൽ നിറയെ ചുവന്ന നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അത് തെരുവിളക്കിൻ്റെ പ്രകാശത്തിൽ ജ്വലിച്ചു. പാളത്തിനോട് ചേർന്നുള്ള പള്ളിയിൽ നിന്ന് പ്രാർത്ഥനാ ഗീതങ്ങൾ ഒഴുകിയെത്തി. അയാൾ നാഗമ്പടം പാലത്തിലേക്ക് നടന്നു പോകുന്നത് വ്യക്തമായി കണ്ടത് ഓർക്കുന്നു. നക്ഷത്രങ്ങൾ നോക്കാനെന്ന വ്യാജേനയാണ് അത് നോക്കുന്നത്. അന്ന് ആ നെഞ്ച് പതിവിലേറെ പിടഞ്ഞിരുന്നു. അതവളെ ഭയപ്പെടുത്തിയിരുന്നു. പിന്നെ നാളിതുവരെ അയാളെ കണ്ടിട്ടില്ല. താമസിയാതെ അവൾ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങി. വീണ്ടും പഴയ ജീവിതത്തിൻ്റെ ഊഞ്ഞാലാട്ടത്തിലായി. ഇടയ്ക്ക് ആ നെഞ്ചിനെക്കുറിച്ച് ഓർത്ത് പിടയുമ്പോൾ അതൊരു തോന്നലായിരുന്നുവെന്ന് ബുദ്ധി ഉപദേശിക്കും. നീ ഫാൻറ്റസിയുടെ ആളല്ലേ, നിനക്കുണ്ടോ ഭാവനയ്ക്ക് ക്ഷാമം എന്ന് ന്യായവും പറയും. പ്രഭാതത്തിൻ്റെ തണുപ്പുള്ള നെഞ്ചും അതിൻ്റെ ഇളം സുഗന്ധവും ഓർമ്മ നശിച്ചാലും ബദരിയോ അന്തയോ ആയാലും തിരിച്ചറിയുമെന്ന് അവൾ സമാധാനിച്ചു. ഓഫീസിലെ ഒരു വിഷയം സംബന്ധിച്ച പരിഹാരത്തിനാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസുകാർ 80-ലേറെ പ്രായമുള്ള ഒരു വൃദ്ധപിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാതെ പോയ മകനെ ചൊല്ലിയാണ് പരാതി. എത്ര തവണയായി ഇവിടെ കയറിയിറങ്ങുന്നു, നടപടിയില്ലാത്ത എന്തുകൊണ്ടാണ്? നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച മകനാണ്. വക്കീലായിട്ടും 5 പൈസ ഉണ്ടാക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കി നടന്നു. ക്രിസ്മസിൻ്റെ പാതിരാ കുർബാന കൂടി മടങ്ങിയതാണ്. ആ പിതാവിൻ്റെ കൈവശം ഇരിക്കുന്ന ഫയലുകൾ, രേഖകൾ അദ്ദേഹം നുള്ളിപ്പെറുക്കിയെടുക്കുന്നതിനിടെ അക്കൂട്ടത്തിൽ തെളിഞ്ഞ ഫോട്ടോ അവൾ വ്യക്തമായി കണ്ടു. അറിയാത്ത ഭാവത്തിൽ ആ ഫയൽ തട്ടി അതവൾ നിലത്തേക്കിട്ടു. ഫയലിലെ കടലാസുകൾ തറയിലെമ്പാടും ചിതറി വീണു. ക്ഷമിക്കണം, അറിയാതെ കൈതട്ടിയതാണ്, ഞാനത് എടുത്തു തരാം. അവൾ വൃദ്ധൻ്റെ സങ്കടവും രോഷവും നിറഞ്ഞ മുഖം നോക്കി പറഞ്ഞു. അയാളുടെ ഒന്നിലേറെ ചിത്രങ്ങൾ തറയിൽ കിടന്ന് നെഞ്ചു വിരിച്ചു. അവൾ അതിലേക്ക് കുനിഞ്ഞു. തോമസ് ജോർജ് വലിയമല എന്ന കുഞ്ഞ്. 2017 ഡിസംബർ 24 പാതിരാ കുർബാന കഴിഞ്ഞ് ലോകത്തെ ഏറ്റവും വില പിടിച്ച വസ്തു പോലെ അവൾ അച്ചിത്തരം തൊട്ടു. ഫോട്ടോയിലെ കുഞ്ഞു നെഞ്ചിലും അവൾ സ്പർശിച്ചു. അത് മിടിക്കുന്നുണ്ടോ? അതിന് തണുപ്പുണ്ടോ? വൃദ്ധപിതാവ് പോലീസുകാരെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇതിപ്പോൾ 3-4 കൊല്ലമായില്ലേ? 3 കൊല്ലവും 109 ദിവസങ്ങളും. അവൾ തിരുത്തി. വൃദ്ധൻ ഒരു നിമിഷം നിന്നു. അവളെ ചൂഴ്ന്നു നോക്കി, പിന്നെ നടന്നു. ആ പിതാവ് സ്റ്റേഷൻ വിട്ടെന്ന് ഉറപ്പായപ്പോൾ ഒരു പോലീസുകാരൻ അവളോട് പറഞ്ഞു, മാഡം, ഈ അപ്പന് വേറെ ആരുമില്ലെന്ന് ആ മകനറിയാം. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നേ മടങ്ങിയെത്തിയേനെ. കാരണം അവരോട് നമുക്കത് പറയാനാകില്ലല്ലോ. അതെ അതെ, എസ് ഐ അത് ശരിവച്ചു. ശ്രീമതി രേഖ കെ എഴുതിയ നെഞ്ച് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ.